ആറ്റുകാൽ പൊങ്കാലയുടെ വരവറിയിച്ച് കുംഭമാസത്തിലെ ചൂടെത്തുന്നതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്ന ഒരു കൂട്ടരുണ്ട്, മൺകല കച്ചവടക്കാർ. നമുക്കറിയാം, പൊങ്കാലയുടെ വരവ് നമ്മൾ പലരും അറിഞ്ഞു തുടങ്ങുന്നത് ഈ പൊങ്കാല കലങ്ങളുടെ കാഴ്ച കാണുമ്പോഴാണ്. ആഹാ, പൊങ്കാല എത്താറായി എന്ന് നമ്മളെല്ലാവരും ഈ പൊങ്കാല കലങ്ങൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇരുവശങ്ങളിലും ഇങ്ങനെ നിരക്കുമ്പോൾ പരസ്പരം പറയാറുണ്ട്. എന്തായാലും പൊങ്കാല കലങ്ങളുടെ കാഴ്ചകളിലൂടെയാണ് കർമാനൂസ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ മൂർത്തി എന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ 10-20 വർഷമായി കുടുംബപരമായി ഇവിടെ പൊങ്കാല കലങ്ങൾ വിൽക്കാൻ എത്തുകയാണ്. മൂർത്തിയുടെ വിശേഷങ്ങളിലൂടെ. മൂർത്തി എത്ര നാളായി ഈ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഈ പൊങ്കാല കലങ്ങൾ കച്ചവടം നടത്തുന്നു? ഇത് എൻ്റെ അച്ഛനാണ് ചെയ്തിട്ടുള്ളത്. ഒരു 28-30 കൊല്ലമായി ഇവിടെ ഈ സ്ഥലത്ത് ഇരുന്നത്. ഇതിനു മുമ്പ് മണക്കാട് ചന്തരകത്തായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പുതിയതായിട്ട് നമ്മൾ മിഷനറി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 22 കൊല്ലമായി. ആറ്റുകാൽ പൊങ്കാല തുടങ്ങുന്നതിന് കുറേ നാൾ മുന്നേ വരുമോ? വരും. കുറഞ്ഞ ഒരു 15 ദിവസത്തിന് മുമ്പ് വരും. ഇവിടെ കലങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളായിട്ട് ആദ്യമായിട്ട് കൊണ്ട് ഡിസ്പ്ലേക്ക് വയ്ക്കും. അത് വിറ്റ് ശേഷം തന്നെ ലാസ്റ്റ് ദിവസം തന്നെ നമ്മൾ ഈ പൊങ്കാലയ്ക്കുള്ള സാധനമായിട്ട് വിൽക്കും. അതുവരെ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമായിട്ട് വാങ്ങിച്ച് കൊണ്ടുവയ്ക്കുന്നത് ഇവിടെ മാത്രം ഈ മണ്ണ് ഫൈൻ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് മെഷീനിലിട്ട് ചെയ്ത് അകത്തും പുറത്തും പോളിഷ് ചെയ്ത് ഇലക്ട്രിക് ഫർണസ് ഫയർ ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി ഫിനിഷിങ്ങിന് ഈ സാധനം ചെയ്യാറുള്ളൂ. ഇത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള പണിയാണ്. നമ്മൾ ഇത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യുക, 6 മാസം കൊണ്ട് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുക. നമ്മൾ കമ്പനിയിൽ ഒരു 8-9 പേര് പണി ചെയ്യുന്നുണ്ട്. 9 പേരും ഇതിനു വേണ്ടി മാത്രം ഒരു 3 മാസം തീർച്ചയായിട്ടും വേറെ ഏതൊരു പണിയും ചെയ്യാതെ വേറെ യാതൊരു ഓർഡർ എടുക്കാതെ ഇത് മാത്രം ചെയ്യുന്നുണ്ട്. 3 മാസം ഫുൾ വർക്ക് എല്ലാവരും ചേർന്ന് ചെയ്ത് തന്നെ ഇത് കൊണ്ടുവരുന്നത്. അതിനുമുമ്പ് കുറേശ്ശെ ചെയ്ത് വെച്ചിരിക്കും. സാധാരണ കലങ്ങൾ, മെഷീൻ കലങ്ങൾ ചെയ്യുന്നത് ഒരു 6 മാസം ഫുൾ പണി അതാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത്തവണ എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല, തീരെ കുഴപ്പമില്ലാതെ പോകുന്നു. ആൾക്കാരൊക്കെ പൊങ്കാലക്കല എന്ന് പറഞ്ഞ് വാങ്ങി തുടങ്ങിയോ? പൊങ്കാലക്കലമായിട്ട് വാങ്ങിച്ച ആൾക്കാർ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളവരെ വീട്ടിലൊക്കെ നേരത്തെ വന്ന് പരിചയപ്പെട്ട ആൾക്കാർ വാങ്ങിച്ച് വീട്ടിലേക്ക് അവർ ഫ്രണ്ട്സുകൾക്ക് രീതിയിലാണ് ഈ സാധനം വാങ്ങിച്ചിട്ട് പോണത്. നമ്മളെ കമ്പനി സാധനം വെച്ചാൽ ഗ്യാസിലോ സ്റ്റൗവിലോ ഹീറ്റിലോ ഓവനിൽ വയ്ക്കാം. ഈ സാധനം പൊട്ടത്തില്ല. അത്രയും ഫാൻസി ആയിട്ട് ചെയ്യുന്നത് മാത്രമല്ല, സാധനത്തിനുള്ള ഫുൾ ഗ്യാരണ്ടി ആയിട്ടുള്ള ക്വാളിറ്റിയായി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? ഫസ്റ്റ് ഒന്ന് ഇതിനുള്ള മെറ്റീരിയൽ ഒന്ന് കറക്റ്റായിട്ട് ഫോർമുല പ്രകാരം ചെയ്യുന്നുണ്ട്. അതേപോലെ അത് ഫയറിങ് ചെയ്യുന്നത്, അതേപോലെ ചട്ടിയുടെ ഫാഷൻ ഡിസൈൻ എടുക്കുന്നതെല്ലാം അതിൽ നിന്ന് ഒരു കണക്കാക്കിയുള്ള മോഡൽ ചെയ്യുന്നുണ്ട്. മോഡൽ വന്ന് നമ്മളെ ഒരു മൈൻഡിലുള്ള മോഡൽ അത് വടിവും വർണ്ണ വരെ ക്ലിയർ ചെയ്യും. അതിനുള്ള പണിയെല്ലാം നേരത്തെയും അതിന് പുറവും ചെയ്ത് ചുട്ടെടുക്കുന്നവരെ അത് എന്ത് ചെയ്യാൻ അത്രയും പണി ചെയ്താൽ മാത്രമേ ഈ ചട്ടി ഇത്രയും സ്റ്റൈലിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ചട്ടിയെ അതേപോലെ 900 ഡിഗ്രി ടെമ്പറേച്ചർ വരെ കയറ്റും. അപ്പോൾ ഈ ടെമ്പറേച്ചർ കയറ്റുന്നത് നമ്മൾ സാധാരണ വിറവിട്ട് കയറ്റാൻ പറ്റില്ല. കയറ്റിയാൽ അത് കൂടും കുറയും, ഒരിടത്ത് കൂടിയിരിക്കും ഒരിടത്ത് കുറഞ്ഞിരിക്കും. ഇത് അങ്ങനെയല്ല. ഇത് വലിയ മൈക്രോ ഓവൻ പോലുള്ള ഇലക്ട്രിക് ഓവനുണ്ട്. ആ ഓവനിൽ വെച്ച് ഫുൾ ഫയർ ചെയ്യുന്നത് എടുക്കുന്നതാണ്. ഇത് ഒരു ദിവസം ഫയർ ചെയ്താൽ 3 ദിവസം കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കണത്. നന്നായിരിക്കണത് കെട്ടിരിക്കുന്നത് അതിനുശേഷം അറിയാമോ. ഈ സെൻസാർ വെച്ചാണ് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യണത്. അതിനുള്ള പണി ചെയ്തുകൊണ്ടാണ് ഇത്രയും ഫാൻസി ആയിട്ട് സാധനം ചെയ്യാൻ പറ്റുന്നത്. ആധുനിക രീതിയിൽ കലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് മൂർത്തി വരുന്നത്. എന്തായാലും ഈ ആറ്റുകാൽ പൊങ്കാല നാളിലും കൂടുതൽ കച്ചവടമൊക്കെ ഉണ്ടാകണമെന്ന ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, വളരെ കൗതുകകരങ്ങളായ നമ്മൾ വീട്ടിലൊക്കെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇവിടെ ഒരു ജഗ്ഗ് കണ്ടിരുന്നു, വളരെ രസമുള്ള ഒരു ജഗ്ഗ് കണ്ടു. അതുപോലെ തന്നെ കുഞ്ഞു പാത്രങ്ങൾ കണ്ടു. അതൊക്കെ ശരിക്കും നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിക്കും പകർന്നു വെക്കാൻ പറ്റിയ പാത്രങ്ങളാണ്. പിന്നെ മീൻ ഉണ്ടാക്കുന്ന ചട്ടിയുണ്ട്, കുഞ്ഞു മൺകലങ്ങളുണ്ട്. ശരിക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി വന്ന് കലം വാങ്ങുന്നവർക്കെല്ലാം വീട്ടിലേക്ക് വെക്കാവുന്ന സാധനങ്ങൾ ഒരുപാട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മൂർത്തിയെ പരിചയമുള്ള പലരും, കാലാകാലങ്ങളെ അറിയുന്ന പലരും മൂർത്തി ഇവിടെ എത്തിയെന്ന് കേട്ടാൽ ഇവിടെ വരാറുമുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. നമുക്കൊരു ഇത്തിരി പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് വെച്ച് കടുകൊക്കെ വറുത്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ശരിക്കും ഫുഡ് വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ഇവിടുന്ന് നല്ല പാത്രങ്ങൾ, നല്ല കൗതുകമുള്ള കാണാൻ ഭംഗിയുള്ള പാത്രങ്ങൾ വാങ്ങിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മൂർത്തി ഇതിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അകത്തും പുറത്തും പോളിഷ് ചെയ്ത ചട്ടികളാണ്. ഈ ചട്ടിക്ക് ഒന്നും ഒരു 900 ഡിഗ്രി ടെമ്പറേച്ചർ കയറ്റിയത് ഇത്രയും സ്ട്രോങ് ഉണ്ട്. ഇതിനാണ് പൈസ. അത് ചുമ്മാ ഒന്നുമില്ല, വെറുതെ പറയുന്നില്ല. അകത്ത് നോക്കിയാലും അറിയാം, അത്രയും പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള സമയം നമ്മൾ ഒന്ന് ചെയ്യുന്ന സമയത്തിനുള്ള കാശാണ് ഇതിന് ഇടുന്നത്. അതിലത് നമ്മൾ 80 രൂപ എന്ന് പറയുന്നത് 80 രൂപയ്ക്ക് പണി ഇത് ചെയ്തിരിക്കും. അതുപോലെ കറണ്ട് ബില്ല്, ഇത് മണ്ണ് ഫൈൻ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്ന ഒരു ലേബറിൻ്റെ ശമ്പള പൈസയെ ഇതിന് വെച്ച് ഒന്ന് കോടികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വെറുതെ ഒരു വർഷത്തിന് ഒരിക്കൽ ഒരു രസത്തിന് കൊണ്ട് നമ്മൾ എല്ലാവരും കോമ്പറ്റീഷനിൽ ഒന്ന് വിൻ ചെയ്ത പോലെ മനസ്സിന് തൃപ്തിയായിട്ട് ആത്മതൃപ്തിയായിട്ട് പോവുക. അത്രേ ഉള്ളൂ ഈ പണിയിലുള്ള സന്തോഷം. സത്യം പറഞ്ഞ സന്തോഷം അതേ ഉള്ളൂ. കാശ് വരുന്നോ വരുന്നില്ല അറിഞ്ഞൂടാ. പറഞ്ഞ എല്ലാ കസ്റ്റമറും മനതൃപ്തിയോടെ സാധനം കൊള്ളാം,
റേറ്റ് കൂടുതലെന്ന് മാത്രം പറയും. എന്ന് വെച്ചാൽ പുറത്തുള്ള ചട്ടി അല്ലല്ലോ ഇത് നമ്മൾ ചെയ്യുന്നത്. പുറത്തുള്ളവർക്ക് ഏത് റേറ്റ് കൊടുത്താലും അവർക്ക് നഷ്ടം വരും. എന്നാലും അവർ എങ്ങനെ പിടിച്ച് നിൽക്കും ദൈവത്തിന് തന്നെ അറിയാം. എനിക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല. ശരിക്കും ഈ മേഖലയിലുള്ള കള്ളത്തരങ്ങളെ കൂടി കുറിച്ച് പറയുകയാണ് മൂർത്തി. ഇതാ ഈ പാത്രം ഇതിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഓരോ ആൾക്കാരും ഇത് വീട്ടിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവരെ ഓർമ്മിക്കും. അത്രമാത്രം വളരെ പെർഫെക്റ്റായിട്ടും സത്യമുള്ള രീതിയിലുമാണ് ഈ പണികൾ ഇവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അത് നമുക്കിവിടെ വന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഇവരുടെ കഠിനാധ്വാനവും അതോടൊപ്പം കൊടുക്കുന്ന കാശിന് വർത്തായിട്ടുള്ള സംഭവം, വാങ്ങുന്ന കാശിന് വർത്തായിട്ടുള്ള സംഭവം തന്നെ കൊടുക്കണമെന്നുള്ളൊരു നിർബന്ധം ഇവരുടെ ഈ ഒരു ബിസിനസ്സിന് പിന്നിലുണ്ട്.